ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇപ്പോഴുള്ളത് ജോർജിയയിലുള്ള ഗുദേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ജോർജിയയിൽ പൊതുവെ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് സ്നോ കാണപ്പെടുന്നത്. അതും ഈ ഗുദേരി മേഖലകളിലാണ്, ഈ മലമുകളിലാണ് ഇത്രയും സ്നോ കാണുന്നത്. അവിടെ നമ്മുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതൊരു മൗണ്ടൈൻ്റെ മുകളിലാണ്. ഗുദേരി ഇൻ എന്നൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ തന്നെ ഫുൾ ഐസായിരുന്നു. കൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവിടെയുള്ള വണ്ടികളിൻ്റെ ഗ്ലാസ് വരെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഫുൾ ഐസ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു രാവിലെ 10 മണിക്ക് നമ്മൾ ജീപ്പ് മാത്രമേ അവിടെ പോവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജീപ്പ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് എന്ന് ഉദ്ദേശിച്ച് എടുത്തിട്ട് നമ്മൾ വീണ്ടും മലയുടെ ഏറ്റവും മുകളിലോട്ട് പോകും. അവിടെ ആണെങ്കിൽ ഒരുപാട് കേബിൾ കാർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കില്ല. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ശരിക്കും മരവിച്ചൊരവസ്ഥയാവും. ശരിക്കും വിൻ്റർ ആവശ്യമായുള്ള ജാക്കറ്റ്, ഗ്ലൗസ് ഇതൊക്കെ നിർബന്ധമായും കരുതണം, അല്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളവിടെ ഒരു 1.5 മണിക്കൂറേ ചിലവഴിച്ചിട്ടുള്ളൂ. പക്ഷേ അതൊരു മറക്കാനാവാത്തൊരനുഭവം തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും വണ്ടികളിൽ വരിയായി ഇങ്ങനെ പോയി. ആ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള 2 വണ്ടി സ്ലിപ്പായിട്ട് ക്രോസിൽ വന്ന് നിന്നു. റോഡിൽ ക്രോസായിട്ട് നിന്നു. ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ഡ്രൈവിങ്ങും അത്ര ഈസി അല്ല, കുറച്ച് റിസ്ക് തന്നെയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ -5, -6 അങ്ങനെയായിരുന്നു. പക്ഷേ ജനുവരി ആകുമ്പോൾ വീണ്ടും കുറയുന്നതാണ് പറയുന്നത്. അപ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ജനുവരി അല്ല, ഡിസംബർ തന്നെയാണ് നമ്മളെ പോലുള്ളവർക്ക് കുറച്ചും കൂടി നല്ലത്. ക്ലൈമറ്റ് ടെമ്പറേച്ചർ ഞാൻ ഉദ്ദേശിച്ച്. കുട്ടികളായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ആർക്കും ബോറടിച്ചില്ല. പക്ഷേ നമ്മുടെ ഉള്ളം കൈയൊക്കെ വേദന എടുത്ത് ഗ്ലൗസ് ഊരിക്കഴിഞ്ഞാൽ നമ്മളെ ഉള്ളം കൈയൊക്കെ ശരിക്കും വേദന എടുക്കും. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ് അതൊക്കെ. ചില ആൾക്കാരെ നഖത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചോര വരും. അത്രയും ഹെവി തണുപ്പാണ്. ഈ സ്നോയിലൂടെ വണ്ടി ഓടിച്ചത് എനിക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത്. ഡെസേർട്ടിൽ വണ്ടി ഓടിച്ച് ഒരുപാട് പരിചയമുണ്ട്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടെറൈൻ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. Skate to the left, skate to the right, spin around, oh what a sight. Race real fast and slow it down, jump up high and touch the ground.